യൂറിൻ തെറാപ്പി ഇങ്ങനെയൊരു പ്രോഗ്രാം നടത്തുന്ന കാര്യം, ഇങ്ങനെയൊരു അസോസിയേഷൻ ഉള്ള കാര്യവും ഏതാണ്ട് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് മാത്രമാണ് ഞാൻ അറിയുന്നത്. അതിന് മുമ്പ് തന്നെ ഒരു 10 വർഷം മുമ്പ് തന്നെ ഞാനിതൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ്. ഇതിന് കാരണം എൻ്റെ വിഷയം സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിലും എൻ്റെ ഏറ്റവും ഇഷ്ട വിഷയം ട്രഡീഷണൽ മെഡിസിനാണ്, പാരമ്പര്യ നാട്ടുവൈദ്യമാണ്. ഔദ്യോഗിക വിഷയം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിൽ കുറേയധികം പബ്ലിക്കേഷനുണ്ട്, PhD ഉണ്ട്. പക്ഷേ ഞാൻ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ ട്രഡീഷണൽ മെഡിസിൻ്റെ പിറകെയാണ്. അതെനിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തരുന്നു, സംതൃപ്തി തരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അതിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, അതൊക്കെ സ്വയം പഠിക്കുന്നതാണ്, മെഡിക്കൽ കോളേജിൽ പോയി ഒന്നും പഠിക്കുന്നതല്ല. നമുക്കൊരുപാട് ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളിൽ അവരുടെ അടുത്ത് പോയി പ്രഭാഷണങ്ങൾ കേൾക്കും, പല വൈദ്യന്മാരുടെ അടുത്ത് പോകും, അവരുടെ അടുത്ത് പോയി ഇത് പഠിക്കുന്നതാണ്. ആ കൂട്ടത്തിൽ ശിവാംബു ചികിത്സ എന്നൊരു ഭാഗം ട്രഡീഷണൽ മെഡിസിനിലുണ്ട്. ഭാരതീയ പാരമ്പര്യ ചികിത്സയുടെ ഒരു ഭാഗമാണ്. അതിനെപ്പറ്റി ഏതാണ്ട് 10 വർഷം മുമ്പ് തന്നെ ഞാൻ കുറേയധികം പഠിക്കുകയും പ്രയോഗത്തിൽ വരുത്തുകയും പരീക്ഷിച്ച് നോക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അതുമാത്രമല്ല, അതിൻ്റെ തിയററ്റിക്കൽ ഭാഗം എന്താണ് എന്ന് പഠിച്ചിട്ടുണ്ട്. അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ട്രഡീഷണൽ മെഡിസിനിൽ 14ഓളം ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ പലതും ഡോക്ടർ ഹെഗ്ഡയുടെ ജേണലിലാണ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഒന്നും ശിവാംബു അല്ല, 14. അതായത് നമ്മുടെ ട്രഡീഷണൽ മെഡിസിൻ പറയുമ്പോൾ ആയുർവേദം, സിദ്ധ മുതലായ കളരി, മർമ്മ ചികിത്സ, നാട്ടുവൈദ്യം മുതലായ ബ്രാഞ്ചസാണ്. ഇതിനെപ്പറ്റിയാണ് ഞാൻ പഠനങ്ങൾ നടത്തിയത്. അതിനെപ്പറ്റിയാണ് 14ഓളം പബ്ലിക്കേഷൻ എനിക്കുള്ളത്. അപ്പോൾ അത് വിശദമായിട്ട് അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചു. അപ്പോൾ നമുക്ക് യൂറിൻ തെറാപ്പിയെ പറ്റി പറയുമ്പോൾ, എനിക്ക് യൂറിൻ തെറാപ്പി